എൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഈ കടലും പുഴയും തമ്മിൽ കൂടിച്ചേരാൻ പോകുന്നതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷനും കൂടിയായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഒരു 10-15 മിനിറ്റെങ്കിലും ഈ വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മുഴുവൻ കാണണം, ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് ദയവ് ചെയ്ത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സമയമുള്ളവർ മാത്രം കാണുക, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ കാണാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങളുടെ ഈ നാട്ടിലത്തെ കടലാക്രമണം നമ്മുടെ സാധാരണ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് നാടെങ്ങുമുണ്ടാകുന്ന കടലാക്രമണം പോലെയാണോ അതോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കടലേറ്റമാണോ എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ കടലേറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഭൂമി കടലെടുത്ത് പോകുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കാണുന്നവർ. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോകളിൽ പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ നാടിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ നാട് എന്ന് പറയുന്നത് ഈ കാണുന്നത് ചേറ്റു അഴിമുഖമാണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് വശങ്ങളിൽ 2 പുലിമുട്ടുകൾ കാണാം. ഇതാണ് മെയിൻ പുലിമുട്ടുകൾ. അതായത് അഴിമുഖത്തിന് കടലിലേക്ക് വരുന്ന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കുമൊക്കെ എളുപ്പമായിട്ട് കയറാനും അതുപോലെ ഇവിടെ കടലാക്രമണം കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ബ്രേക്കറുകളാണ് അത് കേട്ടോ. അതിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 പുലിമുട്ടുകൾ കാണാം. ഇത് മുനയ്ക്കക്കടവ് പുലിമുട്ട്, ഇത് ചേറ്റുവ പുലിമുട്ട് എന്ന് പറയും. ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം മുനയ്ക്കക്കടവ് എന്നറിയപ്പെടും. ഇത് കടപ്പുറം പഞ്ചായത്താണ്, ഇവിടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്താണ്. അപ്പോൾ ഈ കാണുന്നത് കരുവന്നൂർ പുഴയാണ്. കരുവന്നൂർ പുഴ അല്ലെങ്കിൽ ചേറ്റുവ കായൽ എന്നൊക്കെ പറയാം. അത് ഇവിടെ കടലിൽ വന്ന് ചേരുന്നത് ഈ ചേറ്റുവ അഴിമുഖത്താണ് കേട്ടോ. ഇങ്ങനെ വന്ന് ഇത് ചേറ്റുവ പാലമാണ്, ഇങ്ങനെ വന്ന് കടലിൽ വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാലങ്ങളിലായിട്ട് തുടങ്ങിയിരിക്കുന്ന കടലാക്രമണം, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി വീടുകളൊക്കെ കടലെടുത്ത് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഞാനൊരു ശാസ്ത്രജ്ഞനോ ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു, അതായത് ഈ ഒരു പുലിമുട്ടുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രദേശം, അതായത് പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് കൂടുതലായിട്ട് കടലാക്രമണം കൂടിയതെന്നും ഈ ഒരു ഭൂമിയെല്ലാം കടലെടുത്ത് കൊണ്ടുപോയി തുടങ്ങിയതെന്നും. അതിനു മുമ്പ് വരെ ഈ ഒരു പ്രദേശത്ത് കടലാക്രമണം വളരെ കുറവായിരുന്നു. അത് നമുക്കിതിൽ വ്യക്തമായിട്ട് കാണാം. ഈ പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗം, അതായത് ഇത് അഴിമുഖത്തിൻ്റെ പുലിമുട്ടിൻ്റെ വടക്ക് ഭാഗമാണ്, അതായത് മുനയ്ക്കക്കടവ് ഭാഗമാണ്. ഇത് പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗം വളരെയധികം കടൽ ആക്രമണം നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനി കാണാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു വീടുണ്ട്. ഈ ഒരു വീടിന് നമുക്ക് ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യാം. ഞാനൊരു പിൻ പോയിൻ്റ് മാർക്ക് ചെയ്യണം അവിടെ. ഈ ഒരു പോയിൻ്റ് ഞാൻ ഈ ഒരു വീടിൻ്റെ ഇതിൽ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലെ ഹിസ്റ്റോറിക്കൽ വ്യൂ എടുത്തിട്ട് ഇതിൽ മാക്സിമം എത്ര പുറകിലേക്ക് പോകാൻ പറ്റും നോക്കാം. 2011 വരെ നമുക്ക് പുറകിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. 2011 പോകാം. ആ വ്യത്യാസം വരുന്നത് നോക്കിക്കോട്ടോ. 2025, 2011. 2011 ആ പിൻ പോയിൻ്റ് എവിടെ നിൽക്കുന്നത് നോക്കിയേ. അതായത് ആ കടലും ആ വീടും തമ്മിൽ, ഇതാണ് കടലും വീടും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കിയേ. മാത്രമല്ല നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടെ കടൽ ഭിത്തി ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ കടൽ ഭിത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കടൽ ഭിത്തി ഉണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ. അപ്പോൾ ഈ കടലും ഈ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഭൂമിയുണ്ട്. ആ ഭൂമിയിലെല്ലാം തെങ്ങുകളുണ്ട്. ഈ കാണുന്നതെല്ലാം തെങ്ങുകളാണ് കേട്ടോ. ഈ പച്ചപ്പെട്ട് കാണുന്നതെല്ലാം തെങ്ങുകളാണ്. ആ സമയത്ത് ഇവിടെ പുലിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2011 നമ്മളത് മാർക്ക് ചെയ്ത സമയത്താണെങ്കിൽ ഇവിടെ പുലിമുട്ടില്ല. ഇവിടെ പുലിമുട്ടില്ലാത്ത സമയത്താണ് നമ്മളത് മാർക്ക് ചെയ്തത്. എന്നാൽ ഇവിടെ മുനയ്ക്കക്കടവിൽ പുലിമുട്ട് ഉണ്ട്. പുലിമുട്ട് മുഴുവനായിട്ട് പണിതിട്ടില്ല. ഇപ്പോഴത്തെ രൂപം ഞാൻ കാണിച്ചു തരാം. ഇത്രയും നീളത്തിലുള്ള പുലിമുട്ടാണ്. അന്ന് പുലിമുട്ടിൻ്റെ പണി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മുനയ്ക്കക്കടവിൽ ചെറിയൊരു പുലിമുട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പുലിമുട്ട് 2012 വന്നിട്ടുണ്ട്. 2011 ഇവിടെ പുലിമുട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മളത് മാർക്ക് ചെയ്തത്. എന്നാൽ നമ്മൾ നേരെ 2025 വരുമ്പോൾ ഈ പുലിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2012 നിൽക്കാം. 2012 നിന്ന് നോക്കുമ്പോൾ പുലിമുട്ട് ചെറുതായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ 2015 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും 2014 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കും കേട്ടോ. പുലിമുട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഈ ഒരു സമയത്ത് ഇവിടെ കടലെടുത്ത് തുടങ്ങി. കണ്ടോ, ഈ ഒരു പ്രദേശം സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രദേശം കടലെടുത്ത് തുടങ്ങി. ഇവിടുത്തെ കടൽ ഭിത്തിയൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങി. 2012 നോക്കി, ഇവിടെ കടൽ ഭിത്തി ഉണ്ട്. 2013 ആയപ്പോഴത്തേക്കും ഇവിടുത്തെ കടൽ ഭിത്തി കണ്ടോ, കടലെടുത്ത് ഇവിടെ കുഴിച്ച് പോയി തുടങ്ങി.
ഇനി 2013 ഇവിടുത്തെ കടൽ ഭിത്തി കുറേ നശിച്ചു. കണ്ടോ, പുലിമുട്ടിൻ്റെ ജസ്റ്റ് തെക്ക് ഭാഗം കാണുന്നുണ്ടല്ലോ അല്ലേ. പുലിമുട്ടിൻ്റെ ജസ്റ്റ് തെക്ക് ഭാഗം ഇവിടെയൊക്കെ കടൽ ഭിത്തി നശിച്ചു തുടങ്ങി. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? പുലിമുട്ടിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗം ഇവിടെ പ്രശ്നമില്ല. കണ്ടോ, ഇവിടെ കടലേറ്റം ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മാർക്ക് വയ്ക്കാം. ഇവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ടല്ലോ, ആ കെട്ടിടത്തിന് നമുക്കൊരു പിൻ പോയിൻ്റ് വെച്ച് മാർക്ക് ചെയ്യാം. ഒരു പിൻ പോയിൻ്റ് വെച്ചിട്ട് ഈ ഒരു കെട്ടിടത്തിന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് 2013-ലെയാണ്, 2011-ലെ മാർക്കാണിത്. 2011 അന്നവിടെ കടൽ ഭിത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ കടൽ ഭിത്തി കഴിഞ്ഞ് ഇവിടെയൊക്കെ കര വയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തിയത് കണ്ടോ, ഇവിടെ കര വെച്ചു 2013 ആയപ്പോൾ. 2014, ഇനി 2025 വരാം. 2025 ഇപ്പോഴത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ആ ഒരു പിൻ പോയിൻ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കടൽ ഭിത്തിയുണ്ട്. ഇത്രയും ഭാഗം ഇവിടെയൊക്കെ മണലാണ് കേട്ടോ. കടൽ ഭിത്തിക്ക് ഇപ്പുറവും മണലാണ്. കണ്ടോ, ഇവിടെയൊക്കെ കര വെച്ച് പോന്നിട്ടുണ്ട്. ഈ ഒരു കെട്ടിടം വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു കെട്ടിടം മാർക്ക് ചെയ്തിട്ടുണ്ട് 2025 കേട്ടോ. 2013 നമുക്ക് തിരിച്ചു പോകാം. 2012, 2013. അതും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയേ, വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. കണ്ടോ, വലിയ വ്യത്യാസങ്ങളില്ല. ഈ ഒരു ഭാഗത്ത് മണൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. 2025 നല്ലതുപോലെ ഇവിടെ മണൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടോ. എന്നാൽ പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗം, നമ്മൾ ഈ പറയുന്ന എൻ്റെ നാട് എന്ന് പറയുന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ ഭാഗം 2013, 15 ഒക്കെ ആകുമ്പോഴത്തേക്കും, 16 ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ലതുപോലെ ഇവിടം വരെ കുഴിച്ച് വന്നു. നോക്കി, ഇവിടെ ഉണ്ടായിരുന്നത് ഇത്രയും കുഴിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടോ, പുലിമുട്ടിൻ്റെ കുറച്ച് ഭാഗം മാത്രം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2015 ആയപ്പോൾ ഇത് ഇവിടെ വരെ കുഴിച്ചു. കണ്ടോ, ഇവിടുത്തെ കടൽ ഭിത്തിയെല്ലാം പോയി ഇവിടെ വരെ കുഴിച്ച് വന്നു. 2016, 2017 ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ കുഴിച്ചു. പക്ഷേ ഇവിടുത്തെ കടൽ ഭിത്തിയൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ആ വീട് നമ്മൾ മാർക്ക് ചെയ്ത ആ വീടും അവിടേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ കടലാക്രമണം. കുഴിച്ച് വരുന്നേ ഉള്ളൂ. ഇനി 2018 ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൽ തന്നെ, ആ ലെവലെല്ലാം ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇത് ഇവിടേക്കൊക്കെ കടൽ കയറി തുടങ്ങിയിട്ടുണ്ട്. 21 വരാം. 2021 വന്നപ്പോൾ എത്രത്തോളം കയറി നോക്കി ഇവിടെ. കണ്ടോ, ഇവിടെ ഇത്രത്തോളം കടൽ കയറി, ഭയങ്കരമായിട്ട് കയറി. അതിൻ്റെ ഇപ്പുറത്തൊരു പുതിയ പുലിമുട്ടിട്ടു. കണ്ടോ, 2021 പുതിയ പുലിമുട്ടിട്ടു. ഇനി സംഭവിക്കുന്നത് നോക്കിയോ, ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കിയോട്ടാ. ഓക്കെ, 2022 വന്നപ്പോൾ ഇവിടെയും കൂടെ ഒരു പുലിമുട്ടിട്ടു. ഇവിടെ പുലിമുട്ടിട്ടപ്പോൾ ആ പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗം കുറച്ച് മണൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 2024 വന്നപ്പോൾ ഈ പുലിമുട്ടിട്ടതിൻ്റെ ഇപ്പുറത്തെ ഭാഗം, മുമ്പത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. കണ്ടോ, ഇവിടെ ഈ ഒരു പുലിമുട്ടാണ് നേരത്തെ ഇട്ടുണ്ടായിരുന്ന പുലിമുട്ട്. ഇനി വരുന്ന മാറ്റം ശ്രദ്ധിക്കും കേട്ടോ, മാറ്റം ശ്രദ്ധിക്കണം കൃത്യമായിട്ട്. 2023 വന്നപ്പോൾ, അല്ലെങ്കിൽ 23 പോയിൻ്റ് കാണുന്നില്ല, അടുത്ത പോയിൻ്റ് 2024 2024 വന്നപ്പോൾ ആ പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗം കുഴിച്ചു തുടങ്ങി. കണ്ടോ, പുലിമുട്ടിടുന്നതിനനുസരിച്ച് പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗം കുഴിച്ച് പോവുകയാണ്, കടലെടുത്ത് പോവുകയാണ്. ഇതിൽ പരം തെളിവ് നമുക്ക് വേണ്ട. 2025 അതായത് ഇപ്പോഴത്തെ ഒരു ഇത് വന്നപ്പോഴേക്കും നോക്കി, ആ പുലിമുട്ടിൻ്റെ ഈ സൈഡ് മൊത്തം കുഴിച്ചു പോയി. ആ പുലിമുട്ടിൻ്റെ ഈ സൈഡ് മൊത്തം കുഴിച്ചു പോയി. കണ്ടോ, ഇത്രയല്ല കേട്ടോ കുഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വീടൊന്നും നിലവിലില്ല. ഈ വീടെല്ലാം കടലെടുത്ത് പോയി. ശരിക്കും ഇപ്പോൾ കടൽ നിൽക്കുന്നത് ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ, അതായത് ഇപ്പോൾ ഈ വീടൊന്നുമില്ല, അത് അപ്ഡേറ്റ് ആയിട്ടില്ല, ഗൂഗിൾ എർത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളത് ഈ വർഷം ഉണ്ടായതാണ്. ഈ വർഷത്തെ മഴക്കാലത്ത് കടലാക്രമണത്തിലാണ് ഈ 2 വീടും തകർന്നു പോയത്. ഇനിയിപ്പോൾ ഈ ഒരു വീട് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു വീട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ നിലവിലുള്ളൊരു വീടാണത്. ആ ഒരു വീട് മാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് വീണ്ടും പഴയതിലേക്ക് പോവുകയാണേ. കണ്ടോ, ഈ ഒരു വീടും കടലും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു 2012. ഇപ്പോൾ 2025 വന്നപ്പോൾ നോക്കിയേ, ഇത്രയില്ല കേട്ടോ. ഈ വീടിൻ്റെ ഇവിടം വരെ കുഴിച്ച് എത്തിയപ്പോൾ കടൽ. അതിന് ഗൂഗിൾ എർത്ത് അപ്ഡേറ്റ് ആകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രോൺ പറത്തിയിട്ട് ഞാനൊരു വിഷ്വൽ ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പുലിമുട്ടിട്ടതോടുകൂടി ഇതിൻ്റെ ഈ ഭാഗമൊക്കെ കുഴിച്ച് തുടങ്ങി. ഇവിടുത്തെ ഈ ഇതൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ഇവിടെ ഒരു ചെറിയൊരു പുഴ പോലെ ഒരു തോടുണ്ട്, ഒരു കായൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ വീടുകളുണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ 2025 ഈ ഒരു പിന്നെടുത്തിട്ട് ഞാൻ ഈ ഒരു വീട്ടിൽ വയ്ക്കുകയാണ്. ഈ ഒരു വീട്ടിൽ വെച്ച് ഇപ്പോൾ ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയേ, എത്ര വലിയ വ്യത്യാസമാണ് വന്നതെന്ന് നോക്കിയേ. കടലും ഈ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ. ഇത്രയും വ്യത്യാസം 2011 ഉണ്ടായിരുന്നത് 2025 വരുമ്പോൾ
വരുന്ന മാറ്റം നിങ്ങൾ കണ്ടോ? അതുപോലെ ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കി വെക്കിട്ടോ, കണ്ടോ? വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും ഏരിയ കടലെടുത്ത് പോയിട്ടാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം കേട്ടോ. നമുക്ക് മുനക്കിക്കടവിലേക്ക് പോവാം. മുനക്കിക്കടവിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പുലിമുട്ടിൻ്റെ വടക്ക് ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മുനക്കിക്കടവിൽ നമ്മൾ ഇവിടെ 2 പിൻ പോയിൻ്റ് മാർക്ക് ചെയ്തിരുന്നല്ലോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വേണമെങ്കിൽ നോക്കാം. ഇവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്. ആ കെട്ടിടം നമുക്കൊന്ന് ഒരു പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഈ ഒരു കെട്ടിടം ഞാൻ പിൻ ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. 2012 ഡിസ്റ്റൻസ് മാറ്റം വരുന്നുണ്ടോ? ഇത് വെച്ചിട്ട് ഇപ്പോൾ കടലിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ കടലാക്രമണം ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കടലാക്രമണം ഉണ്ട്. അത് എല്ലാ ഭാഗത്തും ഉള്ള ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന കടലേറ്റവും കടലാക്രമണവും എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ നമ്മളുടെ അവിടെ ഇപ്പോൾ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ കാണുന്ന കടലാക്രമണം അല്ലെങ്കിൽ കടലേറ്റം ഈ ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം എൻ്റെ വീഡിയോയിൽ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അത് ആഗോളതാപനമാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല, ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് ലോകമെങ്ങുമുള്ള പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് മാത്രമല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോ, 2012 2025 ഒരു വ്യത്യാസം വന്നിട്ടില്ല. കടലും ആ ഒരു മാർക്കും തമ്മിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടലാക്രമണം അല്ലെങ്കിൽ കടലേറ്റം ഉണ്ടായതെങ്കിൽ എല്ലായിടത്തും സംഭവിക്കണ്ടേ? ഇവിടെ സംഭവിക്കണ്ടേ? തൊട്ടടുത്ത പഞ്ചായത്തല്ലേ ഇത്, അവിടെ സംഭവിക്കണ്ടേ? പക്ഷേ അവിടെ സംഭവിച്ചിട്ടില്ല. കണ്ടോ, അവിടെ കടലേറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളിൽ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ കടൽ കയറി വന്ന് കരയെ കവർന്നെടുത്തിട്ടില്ല. അതായത് ആ ലെവലിൽ തന്നെ കടൽ തിരിച്ചു പോയി നിൽക്കുന്നുണ്ട്. വെള്ളം കയറി വരുന്നതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. അതായത് കടലേറ്റം ഉണ്ടാകും. അതായത് കടൽ കര കവിഞ്ഞ് ഒഴുകി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. മുനക്കിക്കടവിലുണ്ട്, അഞ്ചങ്ങാടിയിലുണ്ട്, അവിടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കടൽ ഇതുപോലെ ഇത്രയും ദൂരം കവർന്നെടുത്ത് കരയനെ കവർന്നെടുത്തിട്ടില്ല. പക്ഷേ നമ്മളുടെ അവിടെ അതാണോ കാണുന്നത്? ഇനി നമുക്ക് അഞ്ചങ്ങാടിയിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ. നമ്മുടെ കടപ്പുറം പഞ്ചായത്തിലെ ആ ഒരു മെയിൻ ജംഗ്ഷനാണ് അഞ്ചങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ഒരു ഡിസ്റ്റൻസ് നോക്കിയേ. ഇതൊക്കെ അതുപോലെ കയറി വരികയാണെങ്കിൽ ഇതൊക്കെ ഇല്ലാതാവേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തൊട്ട് കടൽ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് കണ്ടോ? നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. എത്ര ദൂരം കാണുന്നുണ്ട്? 250 മീറ്ററേ ഉള്ളൂ. അതായത് ഈ ഒരു കര മൊത്തം 250 മീറ്ററേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. ഇത് 2025 കാര്യമാണ് കേട്ടോ. 24 കാര്യമാണ് ഈ പറയണത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയി നോക്കാം. 2012 പോയി നോക്കാം. അപ്പോഴും അത്ര തന്നെയാണ്, ഒരു വ്യത്യാസം അവിടെ വന്നിട്ടില്ല. ഇത് വെളിച്ചെണ്ണപ്പടി. അഞ്ചങ്ങാടിയിലേക്ക് പോവാം. യെസ്, ഇതാണ് അഞ്ചങ്ങാടി കേട്ടോ. അഞ്ചങ്ങാടി ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷനിലാണ് ഇവിടെ നിന്ന് വരുന്ന മൂന്നാങ്കല്ലിൽ നിന്ന് വരുന്ന റോഡ് വന്ന് കയറുന്നു. ഇത് ചാവക്കാട് ബീച്ചിലേക്ക് പോകുന്ന, ഇത് മുനക്കിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ്. നമുക്ക് ഈ ജംഗ്ഷൻ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് ജംഗ്ഷൻ പിൻ ചെയ്ത് വയ്ക്കാം. എല്ലാം ഒരു കളറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് കളറൊന്ന് മാറ്റി കൊടുക്കാം. കളറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. വ്യത്യാസം വന്നിട്ടുണ്ട്. അഞ്ചങ്ങാടി ജംഗ്ഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അഞ്ചങ്ങാടി ജംഗ്ഷൻ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടുത്തെ കടലാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ, ഇവിടെ കുറേ ദൂരം നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് നോക്കാം. മാർക്കർ വെച്ചിട്ട് ഇപ്പോഴത്തെ കടലിൻ്റെ ലെവൽ നോക്കാം. ഇത്രയാണ്. ഓക്കെ, ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അഞ്ചങ്ങാടിയിൽ കേട്ടോ. കാരണം കടലാക്രമണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഇതുപോലെ വ്യത്യാസം വരും. ഇവിടെ അതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ട്. സാധാരണ കടലാക്രമണം, പല സ്ഥലങ്ങളിലും കടലാക്രമണം ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കര കയറുന്നുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കടലാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളൊരു പ്രതിഭാസമല്ല, അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളൊരു പ്രതിഭാസമല്ല. ഈ ഒരു പുലിമുട്ടുകളുടെ നിർമ്മാണം കൊണ്ടുകൂടി ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മുടെ ഇവിടെ കടലിലെ ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ വടക്ക് നിന്ന് തെക്കോട്ട് ആണ് മണലിനെയൊക്കെ കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നാനി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. പൊന്നാനി അഴിമുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാരതപ്പുഴ ഉണ്ടല്ലോ, ഭാരതപ്പുഴ കടലിൽ വന്ന് ചേരുന്നത് പൊന്നാനിയിലാണ്. ഭാരതപ്പുഴനെ കുറിച്ച് നമുക്കറിയാലോ. ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഏറ്റവും അധികം മണൽ വഹിക്കുന്ന ഒരു പുഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഈ ഭാരതപ്പുഴ കൊണ്ടുവരുന്ന മണൽ കടലിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ ഈ പൊന്നാനി അഴിമുഖത്ത് ഈ പറഞ്ഞ പോലെ പുലിമുട്ടുകളും സംഭവങ്ങളൊക്കെ വന്നു. കണ്ടോ, ഇവിടെ മനുഷ്യനിർമ്മിത ബ്രേക്കറുകൾ വന്നു. അതുപോലെ ഇവിടേക്ക് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതാണ് ചമ്രവട്ടം പാലം. ചമ്രവട്ടം പാലം വന്നിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ചമ്രവട്ടം പാലം? യെസ്, ചമ്രവട്ടം പാലം. ഈ ഒരു പാലത്തിൻ്റെ നിർമ്മിതിയോടുകൂടിയൊക്കെ ഇവിടെ നിന്ന് വരുന്ന മണലിൻ്റെ വരവുണ്ടല്ലോ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇവിടെയൊക്കെ മണലടിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ മണൽ മൂടി കിടക്കുന്നുണ്ടോ? ഈ പുഴയാണ് കേട്ടോ, അത് ഭാരതപ്പുഴയാണ്. ഇവിടെയൊക്കെ മണൽ മൂടി കിടക്കുകയാണ്. ഈ മണലെല്ലാം നമ്മുടെ ഇതിലേ വന്ന് കടലിൽ വന്ന് ഡെപ്പോസിറ്റ് ആവേണ്ട, കടലിൽ വന്ന് ചേരേണ്ടതാണ്. അങ്ങനെ കടലിൽ വന്ന് ചേരുന്ന മണ്ണ് ഇവിടെ നിന്നുള്ള ഒഴുക്ക്, വടക്കുന്ന് തെക്കോട്ടുള്ള ഒഴുക്കിൽ ഇവിടെയുള്ള എല്ലാ കോസ്റ്റൽ ഏരിയകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെയൊക്കെ നമ്മുടെ കോസ്റ്റുകളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് ഈ പൊന്നാനി അഴിമുഖത്ത് നിന്നും വരുന്ന മണൽ കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എറണാകുളം ജില്ലയിൽ പെരിയാർ നദി. അതുപോലെ തന്നെയാണ് അവിടുത്തെ കോസ്റ്റുകളെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രാധാന്യമുള്ളൊരു നദിയാണ് പെരിയാർ. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടേണ്ടത് അവിടെ തടഞ്ഞു. അതായത് അവിടുത്തെ നിർമ്മിതികൾ, ചമ്രവട്ടം പാലം, അതുപോലെ പുലിമുട്ടുകൾ ഒക്കെ കാരണം തടഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന മണൽ ഇപ്പോൾ വരുന്നില്ല. അത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇവിടെ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. എന്നാൽ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ആവുന്നില്ല. ഈ ഇതിലെ ഒഴുക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോവുകയാണെന്ന് മാത്രമല്ല, ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഈ ഒഴുക്ക് തിരിയുന്നത് കൊണ്ട് ഇവിടെ നിന്നെല്ലാം മണ്ണ് എടുത്തും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി, പോട്ടെ.